السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിന്റെ ഫദ്ലുമായി ബന്ധപ്പെട്ടും പാരായണ മര്യാദകളുമായി ബന്ധപ്പെട്ടും നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന 100 ഹദീസുകൾ. ആ ഹദീസുകളിൽ പരിശുദ്ധ ഖുർആനിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചുള്ള ചില ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കി. പിന്നീട് നാം വിശദീകരണം ആരംഭിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ ആളുകളായിട്ടുള്ള ഖുർആനിന്റെ പഠിതാക്കളും ഖുർആനുമായി നിരന്തരം ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ആളുകളുടെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ 7ഓളം ഹദീസുകൾ നാം ഇതുവരെ ഈ വിഷയത്തിൽ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരുടെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസ് കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ ഈ ഒരു ദർസിലെ 8ാമത്തെ ഹദീസാണ്. അൽ ഹദീസു അസ്സാമിൻ 8ാമത്തെ ഹദീസാണ്. ഈ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസിന്റെ സനദിലേക്ക് നമുക്ക് പ്രവേശിക്കാം. حدثنا أبو بكر ابن أبي شيبة وأبو سعيد الأشج كلاهما عن أبي خالد قال أبو بكر حدثنا أبو خالد الأحمر عن الأعمش عن إسماعيل بن رجاء عن أوس بن ضمعج عن أبي مسعود الأنصاري رضي الله تعالى عنه قال. അപ്പോൾ ഇതാണ് ഈ ഹദീസിന്റെ സനദ്. ചില ആളുകൾ ഒരു അഭിപ്രായമായി പറഞ്ഞതെന്റെ ശ്രദ്ധയിൽപ്പെട്ടു, എന്തിനാണ് സനദ് പറയുന്നത്, അത് സമയം കളയലല്ലേ എന്ന്. തീർച്ചയായും ഏറെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ആ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും സനദ് പറയൽ സമയം കളയലല്ല, മറിച്ച് അത് ഏറ്റവും ശ്രേഷ്ഠമായ അമലും ഇബാദത്തുമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ അമലും ഇബാദത്തുമാണ്. അതുകൊണ്ടാണ് മുഹദ്ദിസീങ്ങളെല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയാതെ അള്ളാഹുവിന്റെ റസൂലിലേക്ക് എത്തുന്ന ആ സനദ് പറഞ്ഞിട്ടുള്ളത്. അത് അതിന്റെ അതോറിറ്റിയാണ്. നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന്റെ പ്രാമാണികതയാണത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് അൽ ഇസ്നാദു മിനദ്ദീൻ വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാ. സനദ് ദീനിൽപ്പെട്ടതാണ്. സനദില്ലായിരുന്നെങ്കിൽ തോന്നിയവർക്ക് തോന്നിയതുപോലെ പറയാമായിരുന്നു. അതുകൊണ്ട് ഇസ്ലാം ദീനിനെ നിലനിർത്തുന്നതിലും പ്രവാചകന്റെ ചര്യകളെ നിലനിർത്തുന്നതിലും സനദുകളുടെ അത് വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായും ചോദിക്കും, അത് മുഹദ്ദിസീങ്ങളായ ആളുകളൊക്കെ ആ സനദ് പരിശോധിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തു, നമുക്ക് നേർക്ക് നേരെ ഹദീസുകളിലേക്ക് പറഞ്ഞാൽ പോരെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇന്ന സഹാബിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പോരെ, ആ സനദ് വായിക്കുന്നത് എന്തിനാണ്? തീർച്ചയായും അങ്ങനെ മതി. മുഖ്തസറായി നമ്മൾ എടുക്കുന്ന ക്ലാസുകളിലോ മുഹാദറകളിലോ പ്രഭാഷണങ്ങളിലോ ഒക്കെ സനദ് മുഴുവൻ വായിക്കണമെന്നില്ല. മറിച്ച് ആ ഏതു സഹാബിയാണോ പറഞ്ഞത്, അതേപോലെ തന്നെ ഏത് മുഹദ്ദിസാണോ ഉദ്ധരിച്ചത്, അത് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യം പറഞ്ഞാൽ മതിയാകും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇതേപോലെയുള്ള ദുറൂസുകളിൽ, ദർസുകളിൽ ഹദീസുകളുടെ ശറഹ് പറയുന്നിടത്തൊക്കെ ഉലമാക്കൾ സ്വീകരിച്ചിട്ടുള്ള, നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമത്തിൽപ്പെട്ടതാണ്, നിലപാടുകളിൽപ്പെട്ടതാണ് ഒരു ഹദീസ് പറയുമ്പോൾ അതിന്റെ സനദോടുകൂടി തന്നെ പറയുക എന്നത്. കാരണം അതിൽ ഒരുപാട് ബറക്കത്തുകളുണ്ട്. പ്രത്യേകിച്ചും ഈ ഹദീസ് നമ്മിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി പരിശ്രമിച്ച മഹാപണ്ഡിതന്മാരെ ഓർക്കലാണത്. അതിൽ ഖൈറില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ ഇമാം ബുഖാരി എന്ന് പറയുമ്പോൾ ഇമാം ബുഖാരി പറഞ്ഞു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി റഹിമഹുല്ല നബിയിൽ നിന്ന് കേട്ടതാണോ? അല്ല. ഇമാം ബുഖാരി റഹിമഹുല്ലയിലേക്ക് ഈ ഹദീസ് എത്തിച്ചു കൊടുത്ത ഒരുപാട് പണ്ഡിതന്മാർ അതിനിടയിലുള്ള കണ്ണികളായി വരുന്നുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ല പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇമാം മുസ്ലിം റഹിമഹുല്ലക്ക് നേർക്കുനേരെ കിട്ടിയതാണോ ആ ഹദീസ്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇമാം മുസ്ലിം റഹിമഹുല്ല വരെയുള്ള ഒരുപാട് കണ്ണികൾ, ഒരുപാട് പണ്ഡിതന്മാർ, ആലിമീങ്ങൾ അതിനിടയിലുണ്ട്. അവരെയൊന്നും പലപ്പോഴും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴുമൊക്കെ അവരുടെ പേരുകൾ ഓർക്കലും ആ സനദുകളിലെ കണ്ണികളെ മനസ്സിലാക്കലും ഒക്കെ ഒരു ഖൈറാണ്, ഒരു നന്മയാണ്. അതോടൊപ്പം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റളിയല്ലാഹു അൻഹും അജ്മഈൻ, റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ പറയപ്പെട്ട ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഖൈറുകളുണ്ട്. ഞാൻ ഈ പറഞ്ഞത് ചുരുങ്ങിയ കാര്യങ്ങളാണ്. ഇതല്ലാത്ത വേറെയും ഖൈറുകൾ എമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെ സനദ് പറയുക എന്നത് സമയമുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഇതേപോലെയുള്ള ദുറൂസുകളിൽ അത് ഏറ്റവും നല്ല ഒരു അദബുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകൂടി ഞാൻ സനദ് വായിക്കാം. ഹദ്ദസന അബൂബക്കറിൻ ഇബ്നു അബി ശൈബ വ അബൂ സഈദിൻ അൽ അശജ് കിലാഹുമാ അൻ അബി ഖാലിദ് قال أبو بكر حدثنا أبو خالد الأحمر عن الأعمش عن إسماعيل بن رجاء عن عوس بن رمعج عن أبي مسعود الأنصاري عن أبي مسعود الأنصاري رضي الله تعالى عنه ورحمة الله عليهم أجمعين قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ മസ്ഊദ് അൽ-അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, യഉമ്മുൽ ഖൗമ അഖറഉഹും ലികിതാബില്ലാഹ്. യഉമ്മുൽ ഖൗമ, ഒരു സമൂഹത്തിന് ഇമാമ് നിൽക്കേണ്ടത് അഖറഉഹും ലികിതാബില്ലാഹ്. അഖറഉഹു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്ന, ലികിതാബില്ലാഹ് അല്ലാഹുവിന്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യാൻ അറിയുന്നവനാരോ അവനാണ് ഒരു സമൂഹത്തിന് ഇമാമായി നിൽക്കേണ്ടത്. ഇവിടെ ഇമാം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഫിസ്സലാഹ്, നമസ്കാരത്തിലുള്ള ഇമാമത്താണ്. നമസ്കാരത്തിലുള്ള ഇമാമത്താണ്. അതേസമയം പരിശുദ്ധ ഖുർആനിലും അറിവുണ്ട്, മറ്റു എല്ലാ വിഷയങ്ങളിലും നല്ല അറിവുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു സമൂഹത്തിനും നേതാവായി വരേണ്ടതാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് പ്രധാനമായും നമസ്കാരത്തിൽ ഇമാമായി നിൽക്കുക എന്നതാണ്. നമുക്കറിയാം, നമസ്കാരം എന്നത് ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് 5 വഖ്ത് നമസ്കാരം. ആ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയായ നമസ്കാരം, അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരാധനയായ നമസ്കാരം, ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന നമസ്കാരമെന്ന അതിമഹത്തായ ഇബാദത്തിന് ഇമാമായി നിൽക്കാൻ സാധിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു ദറജയും ഏറ്റവും വലിയ ഒരു ഫളലുമാണ്. നമുക്കറിയാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ മദീന പള്ളിയിലെ സമൂഹത്തിന്റെ ഇമാമായിരുന്നു. പ്രവാചകൻ റസൂലാൻ നബിയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. നമസ്കാരത്തിന് അവർക്ക് നേതൃത്വം കൊടുത്തത്. അപ്പോൾ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക എന്നത് ഏറ്റവും അഫ്ളലായ അമലായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 4 ഖലീഫമാരും സമൂഹത്തിന് ഇമാമായി നിന്നവരാണ്. അതുകൊണ്ട് നമസ്കാരത്തിൽ ഇമാമായി നിൽക്കാനുള്ള ഒരു അവസരമുണ്ടാവുക എന്നത് വളരെ വലിയ ശ്രേഷ്ഠതയായിട്ടാണ്, മതത്തിലുള്ള ശ്രേഷ്ഠതയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഇമാമത്തിന് വേണ്ടി പരിഗണിക്കപ്പെടുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇൽമ് കൈകളിലുള്ള ആളുകളായിരിക്കണം. ആരാണത്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യഉമ്മുൽ ഖൗമ അഖറഉഹും ലികിതാബില്ലാഹ്. ഒരു സമൂഹത്തിന് ഇമാമായി നിൽക്കേണ്ടത് നമസ്കാരത്തിൽ അഖറഉഹും ലികിതാബില്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും നന്നായി അറിവുള്ള, കൂടുതൽ പാരായണം ചെയ്യുന്ന ആളുകളായിരിക്കണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ കാനൂ ഫിൽ ഖിറാഅത്തി സവാഅൻ. ഇനി എല്ലാവരും ഖിറാഅത്തിൽ ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ, ഒരു പള്ളിയിൽ നമസ്കരിക്കാൻ കൂടിയ ആളുകൾ എല്ലാവരും ഒരേപോലെ ഖുർആൻ നന്നായി അറിയാവുന്നവരാണെങ്കിൽ ഫഅലമുഹും ബിസ്സുന്ന. പിന്നെ ആർക്കാണ് ഇമാമായി നിൽക്കാൻ പരിഗണന കൊടുക്കേണ്ടത്? കൂടുതൽ സുന്നത്തറിയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അറിയുന്ന, സുന്നത്തിൽ അറിവുള്ള ആളുകളെയാണ് പിന്നീട് ഇമാമായി നിർത്തേണ്ടത്, ഖുർആനിന്റെ വിഷയത്തിൽ എല്ലാവരും സമന്മാരാണെങ്കിൽ. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം നമ്മൾ പറഞ്ഞത് ഇത് നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഒരു സമൂഹത്തിന് ഇമാമായി നിൽക്കുമ്പോൾ അവർക്ക് ഖുർആനിലും ഹദീസിലുമൊക്കെ അറിവുണ്ടായിരിക്കണം. എന്നാൽ ഇവിടെ പരിശുദ്ധ ഖുർആൻ കൂടുതൽ അറിയുന്നവന് പരിഗണന കൊടുക്കണം മറ്റേതിനേക്കാളും എന്ന് പറയുന്ന ആ ഒരു ഇമാമത്ത് നമസ്കാരത്തിലെ ഇമാമത്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ എല്ലാവരും ഒരേപോലെ ഖുർആൻ അറിയുന്നവരാണെങ്കിൽ ഫഅലമുഹും ബിസ്സുന്ന, പിന്നീട് സുന്നത്ത് കൂടുതൽ അറിയുന്നവരാണ് ഇമാമായി നിൽക്കേണ്ടത്. ഫഇൻ കാനൂ ഫിസ്സുന്നതി സവാഅൻ. ഇനി സുന്നത്തിന്റെ വിഷയത്തിലും ഏകദേശം എല്ലാവരും ഒരുപോലെയാണ്, ഇന്ന ആൾക്കാണ് കൂടുതൽ അറിയുന്നത് എന്ന് പറയാൻ പറ്റാത്ത വിധം അവർ ഒരുപോലെയാണെങ്കിൽ ഫഅഖ്ദമുഹും ഹിജ്റതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാലഘട്ടത്തിൽ പറഞ്ഞതാണ്, ഏറ്റവും ആദ്യം മദീനയിലേക്ക് ഹിജ്റ വന്നതാരാണോ അവരെ പരിഗണിക്കണം, അഥവാ മുഹാജിറുകളെ പരിഗണിക്കണം. സ്വഹാബികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു യാത്രയിലാണ്, അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അവർ എത്തിപ്പെട്ടു എങ്കിൽ അവിടെ ഇമാമായി നിൽക്കുമ്പോൾ ആരെ ഇമാമായി നിർത്തണം? സംശയം വേണ്ട, ഖുർആൻ കൂടുതൽ അറിയുന്ന ആൾ ഇമാമായി നിൽക്കണം. എല്ലാവരും ഒരേപോലെ അറിയുന്നവരാണെങ്കിലോ ഹദീസുകൾ അറിയുന്നവർ നിൽക്കണം. എല്ലാവരും ഖുർആനിലും ഹദീസിലും ഒരുപോലെയാണെങ്കിലോ എങ്കിൽ മുഹാജിറുകൾക്ക്
അതും ഏറ്റവും ആദ്യം വന്ന മുഹാജിറുകൾക്ക്, അതാണ് ഫഅഖ്ദമുഹും ഹിജ്റ, ഏറ്റവും ആദ്യം വന്ന മുഹാജിറുകൾക്ക് പരിഗണന കൊടുക്കണം. മറ്റു രണ്ട് കാര്യങ്ങൾ എല്ലാവരും ഒരുപോലെയാണെങ്കിൽ. ഇനി ഫഇൻ കാനൂ ഫിൽ ഹിജ്റതി സവാഅൻ, ഇവരെല്ലാവരും ഒരുമിച്ച് ഹിജ്റ വന്നവരാണ്, എല്ലാവർക്കും ഖുർആനിലും ഹദീസിലും ഒരേപോലെ അറിവാണെങ്കിലോ ഫഅഖ്ദമുഹും സിൽമ, അവരുടെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചതാരാണോ അവർ ഇമാമായി നിൽക്കട്ടെ. മറ്റൊരു റിവായത്തിലുള്ളത് സിൽമൻ എന്നതിനു പകരം ഫഅഖ്ദമുഹും സിന്ന, കൂടുതൽ പ്രായമുള്ളവർ നിൽക്കട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഒരേപോലെ അറിവ്, സുന്നത്തിൽ ഒരേപോലെ അറിവ്, എല്ലാവരും ഒരുമിച്ചാണ് ഹിജ്റ വന്നത് എങ്കിൽ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് പ്രായമുള്ള മുതിർന്ന ആളുകൾക്കാണ്. അങ്ങനെയും ഒരു റിവായത്തിലുണ്ട്, അതും സ്വഹീഹായ റിവായത്ത് തന്നെയാണ്. മറ്റൊരു റിവായത്തിലുള്ളത് ഫഅഖ്ദമുഹും സിൽമ. ഇമാം മുസ്ലിമിന്റെ നാം ഇപ്പോൾ പഠിക്കുന്ന ഹദീസിലുള്ള റിവായത്തിൽ ഇത് രണ്ടും, ഈ രണ്ടഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. ഫഅഖ്ദമുഹും സിൽമ, ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ചതാരോ അവരാണ് ഇമാമായി നിൽക്കേണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ നമസ്കാരം എന്ന് പറഞ്ഞത് ശ്രേഷ്ഠമായ ആരാധനയാണ്. അതിന് ഇമാമ് നിൽക്കുമ്പോൾ നാം തോന്നിയ രൂപത്തിലല്ല ഇമാമിനെ നിർത്തേണ്ടത്. എന്നാൽ ഏതെങ്കിലും ഒരു രാജ്യം, ആ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു ഇമാമിനെ നിർത്തിയാൽ അവിടെ ആ ഇമാമാണ് ഇമാമായി നിൽക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു മഹല്ലിൽ, ഒരു പള്ളിയിൽ ഒരാളെ ഇമാമായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെയാണ് ഇമാമായി നിൽക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ഹദീസിന്റെ ബാക്കി ഭാഗത്ത് നമ്മളത് വിശദീകരിക്കും. എന്നാൽ അങ്ങനെയൊന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ആരിമാമ് നിൽക്കണം എന്ന വിഷയം വരുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് പരിശുദ്ധ ഖുർആനിലെ അറിവാണ്. അതിലെല്ലാവരും തുല്യരാണെങ്കിൽ പിന്നെ ഹദീസിലുള്ള അറിവാണ്. അതിലും എല്ലാവരും തുല്യരാണെങ്കിൽ പിന്നെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം ഹിജ്റ വന്ന ആളുകളെയാണ് പരിഗണിക്കേണ്ടത്. നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ അത് പരിഗണിക്കാൻ പറ്റില്ല എങ്കിൽ പിന്നെ ഉള്ളത് ഫഅഖ്ദമുഹും സിൽമ, ഇസ്ലാം ആദ്യം സ്വീകരിച്ച ആളുകളാണ്. എന്നാൽ ഒരുവിധം എല്ലാവരും മുസ്ലിമീങ്ങളാണെങ്കിൽ മറ്റൊരു റിവായത്തിൽ വന്നതുപോലെ ഫഅഖ്ദമുഹും സിന്ന, കൂടുതൽ പ്രായമുള്ളവർക്ക് പരിഗണന കൊടുക്കണം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. വലാ യഉമ്മന്ന അർറജുലു അർറജുല ഫീ സുൽത്താനിഹി, വലാ യഉമ്മന്ന അർറജുലു, ഒരു വ്യക്തി ഇമാമായി നിൽക്കരുത്, നേതാവായി മാറരുത്, അർറജുല, മറ്റൊരു വ്യക്തിക്ക്. എവിടെ? ഫീ സുൽത്താനിഹി, അയാളുടെ അധികാര പരിധിയിലുള്ള ഒരു സ്ഥലത്ത് പോയി വേറൊരാള് നേതാവാകാനോ ഇമാമാകാനോ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ വലാ യഖഉദു ഫീ ബൈതിഹി, ആ വ്യക്തിയുടെ വീട്ടിൽ പോയി നിങ്ങൾ ഇരിക്കരുത്. എവിടെ ഇരിക്കരുത്? അലാ തക്രീമത്തിഹി, അയാൾക്ക് മാത്രം ആദരവോടുകൂടി മാറ്റിവെക്കപ്പെട്ട സീറ്റിൽ, ഇല്ലാ ബിഇദ്നിഹി, അയാളുടെ അനുവാദമില്ലാതെ. വളരെ സുപ്രധാനമായ രണ്ട് വലിയ മര്യാദകളാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവസാനത്തെ ഈ ഭാഗം ഞാൻ വിശദീകരിച്ചതിന് ശേഷം ഇമാമത്തുമായി ബന്ധപ്പെട്ട ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. വലാ യഉമ്മന്ന അർറജുലു അർറജുല ഫീ സുൽത്താനിഹി, ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയുടെ സുൽത്താനിൽ, അയാൾക്ക് നിശ്ചയിക്കപ്പെട്ട അധികാര സ്ഥാനത്ത് കയറി ഇമാമായി നിൽക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഒരു പള്ളിയിൽ ഒരു ഇമാമിനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് കരുതുക. ആ ഇമാം അവിടെ ഉണ്ടായിരിക്കെ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ മറ്റൊരാൾ ഇമാമായി നിൽക്കാൻ പാടില്ല. ഇത് ഖുർആനിൽ കൂടുതൽ അറിവുള്ള ആളുകളാണ് ഇമാമായി നിൽക്കേണ്ടത് എന്ന ഭാഗം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാനുള്ള കാരണം എന്താണ്? ഒരു പള്ളിയിൽ സ്ഥിരം ഒരു ഇമാമിനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആനിൽ എത്ര വലിയ അറിവുള്ള ആൾ വന്നാലും അയാൾ സ്വന്തം നിലക്ക് കയറി ഇമാമായി നിൽക്കാൻ പാടില്ല. മറ്റുള്ളവർ അയാളെ ഇമാമാക്കാനും പാടില്ല, അവിടെ നിലവിലുള്ള ഇമാമിന്റെ അനുവാദമില്ലാതെ. കാരണം ആ ഇമാം ഒരു പക്ഷേ പിറകിലുള്ള ഏതെങ്കിലും വന്ന ഒരു വലിയ പണ്ഡിതൻ, ഒരു മഹാനായ പണ്ഡിതൻ, അതല്ലെങ്കിൽ ഖുർആനിൽ നല്ല അറിവുള്ള ഹാഫിളായ, തജ്വീദൊക്കെ നല്ല അറിവുള്ള ഒരാൾ വന്നു എന്ന് കരുതി ആ വ്യക്തിയെ ഇമാമാക്കി മറ്റേ വ്യക്തിയോട്, സാധാരണ ഇമാമായി നിൽക്കുന്ന ആളോട് മാറി നിൽക്കാൻ പറയാൻ പാടില്ല. എന്നാൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇല്ലാ ബിഇദ്നി, അനുവാദം വേണം. അനുവാദമുണ്ടെങ്കിൽ കുഴപ്പമില്ല, പെർമിഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പെർമിഷൻ ഇല്ലാതെ അങ്ങനെ കയറി നിൽക്കാൻ പാടില്ല, എത്ര അറിവുള്ളവരാണെങ്കിലും. അപ്പോൾ സ്ഥിരമായി ഒരാൾക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥാനത്ത് മറ്റുള്ള ആളുകൾ കയറാൻ പാടില്ല എന്നർത്ഥം. സ്ഥിരമായി ഒരാൾക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥാനത്ത് മറ്റുള്ള ആളുകൾ അയാളുടെ അനുവാദമില്ലാതെ കയറരുത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മറ്റു പല വിഷയങ്ങളിലേക്കും ഇതിനെ ഖിയാസാക്കിക്കൊണ്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സെക്രട്ടറി, അതല്ലെങ്കിൽ ഒരു പ്രസിഡന്റ്, അല്ലെങ്കിൽ അതേപോലെയുള്ള സമൂഹത്തിൽ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി, അത് സാമൂഹിക മേഖലയിലാകാം, അതേപോലെയുള്ള മറ്റു മതപരമായ മേഖലകളിലാകാം, മതപ്രസ്ഥാന മേഖലകളിലാകാം, ഏത് വിഷയത്തിലാകട്ടെ ഒരാൾക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥാനത്ത് കയറി മറ്റൊരാൾ ആ സീറ്റ് കൈയടക്കാൻ പാടില്ല. എന്നാൽ അയാളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്.
അതേപോലെ തന്നെ വലാ യഖഉദു ഫീ ബൈതിഹി അലാ തക്രീമതിഹി ഇല്ലാ ബിഇദ്നിഹി. നമ്മൾ വേറൊരാളുടെ വീട്ടിൽ പോയാൽ ആ വീട്ടിലുള്ള ഗൃഹനാഥന്, അവിടുത്തെ ഉപ്പാക്ക്, അതല്ലെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട ആൾക്ക് ഇരിക്കാനുള്ള സീറ്റുകൾ ഉണ്ടാവും. ആ സീറ്റിൽ ആദ്യം തന്നെ നമ്മൾ പോയി കയറിയിരിക്കാൻ പാടില്ല. കാരണം അത് അയാൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ട സീറ്റാണ്. അത് അദ്ദേഹത്തോടുള്ള ആദരവും ബഹുമാനാർത്ഥവും നാം ആ സീറ്റിൽ കയറിയിരിക്കരുത്. എന്നാൽ ഇല്ലാ ബിഇദ്നി, പെർമിഷൻ ഉണ്ടെങ്കിൽ ഇരിക്കാം, നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ ഇരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റു വീടുകളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോയി അവിടെയുള്ള പ്രധാനപ്പെട്ട മാനേജർക്കോ മറ്റോ ഇരിക്കാനുള്ള ഒരു സീറ്റിൽ കയറി നമ്മൾ ഇരിക്കാൻ പാടില്ല. ഓരോരുത്തർക്കും അവരുടേതായ സ്ഥാനമുണ്ട്, സീറ്റുണ്ട്. ആ സീറ്റിൽ അവരുടെ അനുവാദമില്ലാതെ നമ്മൾ കയറാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റൊരാൾ ഇമാമ് നിൽക്കുന്നിടത്ത് നമ്മൾ പോയി ഇമാമ് നിൽക്കാൻ പാടില്ല. അതേപോലെ തന്നെയാണ് സ്ഥിരമായി ഒരു ദർസ് എടുക്കുന്ന ആളുകൾ, അവിടെ വലിയൊരു പണ്ഡിതൻ വന്നു എങ്കിൽ ആ ആളെ മാറ്റി ഇന്ന് ഇയാൾ എടുക്കട്ടെ എന്ന് ആളുകൾ തീരുമാനിക്കാൻ പാടില്ല. എന്നാൽ ആ ദർസ് എടുക്കുന്ന ആളുടെ അനുവാദമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അനുവാദത്തോടു കൂടി ആ പണ്ഡിതൻ അവിടെ ഇരുന്ന് ദർസ് എടുക്കാവുന്നതാണ്. അപ്പോൾ നാം ആരെയും ആദരിക്കണം, ബഹുമാനിക്കണം. ഏതൊരാളുടെയും സ്ഥാനത്തെയും അയാൾക്ക് അത് ഭൗതികമായ സ്ഥാനം, നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്കുള്ള തെക്രീമത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഇരിക്കുന്ന വിരിപ്പ്, പ്രത്യേകം ഇരിക്കുന്ന സീറ്റ്, ഇനി അതുപോലുള്ള എന്താകട്ടെ അത് അയാൾക്കുള്ള പ്രത്യേക സീറ്റാണ്. അതിനെയും നമ്മൾ ആദരിക്കണം. അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് അതല്ലാത്ത നിലക്കുള്ള സ്ഥാനം ഉണ്ടാകും. നേതാവ്, ഇമാമ്, പണ്ഡിതൻ എന്നൊക്കെ തുടങ്ങിയ സ്ഥാനങ്ങളുണ്ടാകും. ആ സ്ഥാനങ്ങളിലൊക്കെ മറ്റുള്ളവർ അവരുടെ അനുവാദമില്ലാതെ കയറാൻ പാടില്ലാത്തതാകുന്നു. ഈ മര്യാദകളൊക്കെ സത്യവിശ്വാസികൾ പാലിക്കണം. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് വളരെ അതിമഹത്തരമായ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഅമത്തായി നൽകിയ അതുല്യമായ ഒരു മതമാണ്. ഇതിലെ നിയമങ്ങളൊക്കെ വളരെ സുഭദ്രമാണ്. ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പും സമൂഹത്തിന്റെ ഐക്യവും നന്മയും പരസ്പര സ്നേഹവും ആദരവും ബഹുമാനവും എല്ലാം വെച്ചു പുലർത്തുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന, ശക്തമായി അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വലായ ഉമ്മൻ അർറജുലു അർറജുല ഫീ സുൽത്താനി, ഒരു വ്യക്തിയും മറ്റൊരാളുടെ സുൽത്താനിൽ കയറി ഇമാമായി നിൽക്കാൻ പാടില്ല. വലാ യഖഉദു ഫീ ബൈതിഹി അലാ തക്രീമതിഹി ഇല്ലാ ബിഇദ്നി. അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയി അതല്ലെങ്കിൽ അതേപോലെയുള്ള സ്ഥലങ്ങളിൽ പോയി അയാൾക്ക് പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട വിരിപ്പിലോ ഇരിപ്പിടങ്ങളിലോ പോയി പെർമിഷൻ ഇല്ലാതെ ഇരിക്കാനും പാടില്ലാത്തതാണ്. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം ഹദീസിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഭാഗം യഉമ്മുൽ ഖൗമ അഖറഉഹും ലികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിൽ ഏറ്റവും അഖ്റ ആയിട്ടുള്ള ആളുകളാണ് ഇമാമായി നിൽക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇവിടെ അഖ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ഉലമാക്കൾ പറഞ്ഞു, അഖ്റ എന്നത് രണ്ട് അർത്ഥമുണ്ട്. അതിൽ ഒന്ന് അൽ അക്സറു ഖുർആന, ഏറ്റവും കൂടുതൽ ഖുർആൻ ഹിഫ്ളുള്ള ആളുകൾ, ഖുർആനിൽ കൂടുതൽ ഹിഫ്ളുള്ളവരെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഒരു അഭിപ്രായം. അതിനുള്ള ഒരു തെളിവ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിവായത്താണ്. ലമ്മ ഖദിമൽ മുഹാജിറൂന അൽ-അവ്വലൂന അൽ-ഉസ്ബത മൗദിഉൻ ബിഖുബാ ഖബ്ല മഖ്ദമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സന്ദർഭത്തിൽ, മുഹാജിറുകളായിക്കൊണ്ട് ഹിജ്റ വന്ന സന്ദർഭത്തിൽ ആദ്യ ആളുകൾ വന്നപ്പോൾ ഖുബാവുമായി ബന്ധപ്പെട്ട് ഖുബാഇന് തൊട്ടടുത്തുള്ള ഉസ്ബ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ തമ്പടിച്ചു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഖുബയിലാണുള്ളത്. അപ്പൊ അവിടെ നമസ്കാരം നടക്കണമല്ലോ. ആരെയാണ് അവർ ഇമാമായി നിർത്തിയത്? കാന യഉമ്മുഹും സാലിമുൻ മൗല അബി ഹുദൈഫ, അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു മോചിപ്പിച്ച സാലിം എന്ന് പറയുന്ന അടിമ. മൗല എന്ന് പറഞ്ഞാൽ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച വ്യക്തിയാണ്. അപ്പോൾ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ച അടിമയായ സാലിം എന്ന സ്വഹാബിയാണ് അവർക്ക് ഇമാമായി നിന്നത്. എന്തായിരുന്നു കാരണം? വകാന അക്സറുഹും ഖുർആന, അവരുടെ കൂട്ടത്തിൽ കൂടുതൽ ഖുർആൻ അറിയുന്നത് ഈ സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനായിരുന്നു. അപ്പോൾ കൂടുതൽ ഖുർആൻ അറിയുന്ന ആളുകളെയാണ് അവിടെ ഇമാമായി നിർത്തിയിട്ടുള്ളത്. കാരണം അവരുടെ കൂട്ടത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂ സലമ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, സെയ്ദ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ആമിർ ഇബ്നു റബീഅ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ നമുക്കറിയാം സ്ഥാനത്തിൽ വളരെ ഉയർന്ന സ്ഥാനത്താണുള്ളത്. ഉദാഹരണത്തിന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനത്താണ്, സെയ്ദ് റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനത്താണ്, ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനമുള്ള സ്വഹാബികളാണ്. പക്ഷേ എന്നിട്ടും അവിടെ ഇമാമായി നിന്നത് സാലിം റളിയല്ലാഹു അൻഹുവാണ്. കാരണം കാന അക്സറുഹും ഖുർആന, കൂടുതൽ ഖുർആൻ ഹിഫ്ള് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് അക്സറുഹും ഖുർആനൻ
അല്ലെങ്കിൽ അഖറഉഹും ലി കിതാബില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഹിഫ്ളാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന്, ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അംർ ഇബ്നു സലമ റളിയല്ലാഹു തആല അൻഹു തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അതാ മിൻ ഇൻദി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ലിഖൗമിഹി ജിഅ്തുകും വല്ലാഹി മിൻ ഇൻദി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖ ഫഖാല സ്വല്ലൂ സ്വലാത കദാ ഫീ ഹീനി കദാ വസല്ലൂ സ്വലാത കദാ ഫീ ഹീനി കദാ ഫഇദാ ഹളറത് അസ്സലാത്തു ഫലിയുഅദ്ദിൻ അഹദുകും വലിയഉമ്മക്കും അക്സറുക്കും ഖുർആന. അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹത്തിന്റെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ദീന് മനസ്സിലാക്കി ഇവരുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്നെന്ന വക്തുകളിലൊക്കെ നമസ്കരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സമയമായാൽ ഏതെങ്കിലും ഒരാൾ ബാങ്ക് കൊടുക്കണം. അവിടെ ബാങ്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ബാങ്ക് കൊടുക്കുക എന്നാണ്. ബാങ്ക് കൊടുക്കാൻ അറിയണം, അതല്ലാത്ത കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇമാമ് നിൽക്കേണ്ടതോ ആരെങ്കിലും ഇമാമ് നിൽക്കുക എന്നല്ല പറഞ്ഞത്. പിന്നെ വലിയ ഉമ്മക്കും അക്സറുക്കും ഖുർആന, ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നവരാണ് നിൽക്കേണ്ടത്. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫനവറു ഫലം യകുൻ അഹദുൻ അക്സറ ഖുർആനൻ മിന്നി. അപ്പൊ അവരെല്ലാവരും നോക്കി, എന്നേക്കാൾ കൂടുതൽ ഖുർആൻ അറിയുന്ന ആരും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഫഖദ്ദമൂനി ബൈന ഐദീഹിം. നിങ്ങൾ നോക്കൂ, അവർ പ്രവാചകന്റെ സുന്നത്ത് നടപ്പിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അതാണ് എന്നറിഞ്ഞപ്പോൾ അവർ മറ്റ് ഗവേഷണത്തിന് നിന്നില്ല. അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹുവിനെ അവർ ഇമാമായി നിർത്തി. എത്രയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം? ശ്രദ്ധിക്കൂ, വനബിനു സിത്തിൻ ഔ സബ്ഇ സിനീൻ. എനിക്ക് 6 or 7 വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഒന്നുകിൽ 6 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സ്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനാണ് അവർക്ക് ഇമാമ് നിന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൂടുതൽ ഖുർആൻ അറിയുന്നവരാണ് ഇമാമ് നിൽക്കേണ്ടത്. അപ്പൊ അത്രയും മുതിർന്ന ആളുകളൊക്കെ ഉണ്ടായിട്ടും ഇമാമായി നിന്നത് അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു ആണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഉലമാക്കൾ പറഞ്ഞത്, ഒരു സമൂഹത്തിൽ 6 വയസ്സോ 7 വയസ്സോ ഉള്ള കുട്ടികൾക്ക് ഇമാമായി നിൽക്കാം. പക്ഷേ അവർ ഖുർആൻ നന്നായി അറിയുന്നവരും നമസ്കാരത്തിന്റെ അഹ്കാമുകൾ അറിയുന്നവരായിരിക്കണം. നിസ്കരിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ ഇമാമായി മാത്രം നിന്നിട്ട് കാര്യമല്ല. നമസ്കരിക്കാൻ അറിയുന്നുണ്ട്, അതോടൊപ്പം ഖുർആനും നന്നായി അറിയാമെങ്കിൽ അത്തരം ആളുകൾക്ക് മുൻഗണന കൊടുക്കണം, അവർ പ്രായത്തിൽ കുറഞ്ഞവരാണെങ്കിലും ശരി. അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ പിൻബലത്തിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ഹിഫ്ളുള്ള ആളുകളാണ് ഇമാമായി നിൽക്കേണ്ടത്. അതേ സന്ദർഭത്തിൽ അഖറഉഹും ലി കിതാബില്ല എന്നതിന് അഹ്സനു ഖിറാഅ എന്ന ഒരു അർത്ഥം കൂടിയുണ്ട്. ഏറ്റവും നന്നായി ഓതുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് നല്ല ഹിഫ്ളുണ്ടാകും, പക്ഷെ തജ്വീദ് തീരെ ശരിയായിരിക്കുകയില്ല. അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ വേറെ ചില ആളുകൾക്ക് തജ്വീദ് വളരെ നല്ലതായിരിക്കും, പക്ഷേ ഹിഫ്ള് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. നമുക്കതിനെ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാം. അവിടെ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വിഷയം വളരെ ശ്രദ്ധേയമാണ്. അഥവാ ഒരാൾക്ക് പരിശുദ്ധ ഖുർആനിൽ ഹിഫ്ളുണ്ട്, എന്നാൽ ഹിഫ്ളേ ഉള്ളൂ, ഓതുന്നത് മുഴുവൻ തെറ്റിച്ചാണ് ഓതുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ അർത്ഥങ്ങളിൽ വ്യത്യാസമുണ്ട്, പരിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങളിൽ നിന്ന് തെറ്റിപ്പോകുന്ന രൂപത്തിൽ ഹർഫുകളുടെ മഖ്റജുകളോ അതിന്റെ കൃത്യമായ ഒരു പാരായണമോ അറിയാത്ത വ്യക്തിയാണെങ്കിൽ അയാൾ ഇമാമായി നിൽക്കാൻ പാടില്ല. കാരണം നമ്മളത് സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നിടത്ത് അത് വിശദീകരിക്കും. സൂറത്തുൽ ഫാത്തിഹ അത് തെറ്റിച്ചോതുന്ന ആളുകളുടെ നമസ്കാരം തന്നെ സ്വഹീഹാവുകയില്ല എന്നാണ് പ്രബലമായ പണ്ഡിതാഭിപ്രായം. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ ഇമാമായി നിർത്താൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഓതിയാൽ അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന രൂപത്തിൽ തെറ്റിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എത്ര ഹിഫ്ളുണ്ടെങ്കിലും അത്തരം ആളുകൾ ഇമാമായി നിൽക്കാൻ പാടില്ല. അവിടെ കുറഞ്ഞ ഹിഫ്ളാണെങ്കിലും നന്നായി ഖുർആൻ ഓതുന്ന ആളുകളാണ് ഇമാമായി നിൽക്കേണ്ടത്. എന്നാൽ തജ്വീദിൽ വളരെ വലിയ ഈണവും കാര്യവുമൊന്നുമില്ലെങ്കിലും അർത്ഥവ്യത്യാസമൊന്നുമില്ലാത്ത രൂപത്തിലാണ് ഒരാൾ ഓതുന്നതെങ്കിൽ, എന്നാൽ അതിനേക്കാൾ മനോഹരമായ ഈണത്തിൽ ഓതാൻ മറ്റൊരാൾക്ക് കഴിയും എങ്കിൽ അവിടെ പരിഗണിക്കേണ്ടത് കൂടുതൽ ഖുർആൻ അറിയുന്ന ആളെ തന്നെയായിരിക്കണം. കാരണം അയാൾ ഓതിയാലും ഓത്തിൽ തെറ്റൊന്നുമില്ല, എന്നാൽ മറ്റൊരാൾക്ക് ഖുർആൻ കുറച്ചേ അറിയൂ, പക്ഷെ നല്ല ഈണത്തിൽ ഓതും. അവിടെ ഈണത്തിനാണോ പരിഗണന കൊടുക്കേണ്ടത്, കൂടുതൽ ഹിഫ്ളിനാണോ?
സംശയം വേണ്ട, കൂടുതൽ ഹിഫ്ളിനാണ് പരിഗണന കൊടുക്കേണ്ടത്, അയാൾ ഓതുന്നത് തെറ്റല്ലെങ്കിൽ. എന്നാൽ തെറ്റാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അത്തരം ആളുകൾ ഇമാമായി നിൽക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ രണ്ടാളുകൾ ഖുർആനിൽ ഒരേ ഹിഫ്ളാണ്, പക്ഷേ ഒരാൾക്ക് നന്നായി ഓതാൻ അറിയാം, എങ്കിൽ ആരെയാണ് പരിഗണിക്കേണ്ടത്? നന്നായി ഓതാൻ അറിയുന്ന, കൂടുതൽ ഖുർആൻ അറിയുന്ന ആൾക്ക്. കാരണം അയാൾക്ക് രണ്ട് സിഫത്തും ഒത്തു വന്നു. ഒന്ന് ഹിഫ്ളും നല്ലവണ്ണമുണ്ട്, രണ്ട് നന്നായി പാരായണം ചെയ്യുന്നു. ഇത് രണ്ടും ഒത്തു വന്നാൽ അവർക്കാണ് പരിഗണന കൊടുക്കേണ്ടത്. അപ്പോൾ ഈ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ഇമാമായി നിൽക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും യാതൊരു അടിസ്ഥാനവുമില്ലാതെ തോന്നിയ ആളുകൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിലൊക്കെ വളരെ വ്യക്തമായ മര്യാദകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അതൊക്കെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ആളുകളെ ഇമാമായി നിർത്തേണ്ടത്. എന്നാൽ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു നിശ്ചിത പള്ളിയിൽ ആ കമ്മിറ്റി ഒരാളെ ഇമാമായി നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളാണ് ഇമാമായി നിൽക്കേണ്ടത്. അയാളുടെ അനുവാദത്തോടുകൂടി മറ്റുള്ള ആളുകൾക്ക് ഇമാമായി നിൽക്കുന്നതിന് വിരോധവുമില്ല എന്ന് നാം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലും അതിലുള്ള ഹിഫ്ളും അതിലെ പാരായണത്തിലെ മേന്മയും പരിഗണിക്കാനുള്ള കാരണം നമുക്കറിയാം. നമസ്കാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ റുക്നുകളിൽപ്പെട്ടതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണം. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു മുസ്തഹബാത്തിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് രാത്രി നമസ്കാരങ്ങളിലൊക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുദീർഘമായി ഖുർആൻ പാരായണം ചെയ്യുക ഇമാമായി നിൽക്കുന്ന ആളുകളും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ഖിറാഅത്ത്, നമസ്കാരത്തിന് ഖുർആൻ പാരായണം എന്ന ഒരു പര്യായ പദം പോലും പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ എന്നാണ്. ഫജ്റിലെ ഖുർആൻ അത് സ്വലാത്താണ് ഉദ്ദേശം എന്നാണ്. പക്ഷെ സ്വലാത്തിനെ ഖുർആൻ എന്ന് പറയാനുള്ള കാരണം, അതേപോലെ തന്നെ ഫാത്തിഹയെക്കുറിച്ച് പറയുന്നിടത്ത് ഖസംതു സ്വലാത്ത്, ഞാൻ നമസ്കാരത്തെ വിഭജിച്ചു എന്നാണ്. അവിടെ ഫാത്തിഹയാണ് വിഭജിച്ചത്. ഇങ്ങനെ നമസ്കാരത്തെ ഖുർആനായും ഖുർആനിനെ നമസ്കാരമായൊക്കെ വിശേഷിപ്പിച്ചത് നമുക്ക് ഹദീസിലും ഖുർആനിലും കാണാം. അപ്പോൾ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നമസ്കാരത്തിൽ. അതുകൊണ്ട് തന്നെ നല്ല ഹിഫ്ളുള്ള, അതോടൊപ്പം നന്നായി പാരായണം ചെയ്യുന്ന ആളുകളെ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് അവർ നമസ്കാരത്തിന് ഇമാമായി നിൽക്കണം. എന്നാൽ ഈ ഇമാമായി നിൽക്കുന്ന വ്യക്തി നന്നായി ഖുർആനും അറിയാം, അയാൾക്ക് ഹിഫ്ളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവരെ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ഒന്ന്, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ശിർക്കിന്റെ ആളുകളാണെങ്കിൽ, അവർ എത്ര വലിയ ഹാഫിളുകളാകട്ടെ, എത്ര നന്നായി ഖുർആൻ പാരായണം ചെയ്യട്ടെ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ നമുക്ക് ആ വ്യക്തിയെ ആ നിലക്ക് ബോധ്യപ്പെട്ടാൽ അത്തരം ആളുകളെ ഇമാമായി നിർത്താൻ പാടില്ല. അതേപോലെ തന്നെ സമൂഹത്തിന് തെറ്റായ നിലക്ക് അവർക്ക് മാർഗദർശനം നൽകുന്ന രൂപത്തിലുള്ള കടുത്ത, വളരെ അപകടം പിടിച്ച ഖുറാഫാത്തിന്റെയും ബിദ്അത്തിന്റെയും ആളുകളാണെങ്കിൽ അത്തരം ആളുകളെയും ഇമാമായി നിർത്താതിരിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഫാജിറുകളായ, തെമ്മാടികളായ ആളുകൾ, മദ്യപിച്ചും വ്യഭിചരിച്ചും തോന്നിവാസങ്ങൾ ചെയ്തും ജീവിക്കുന്ന ആളുകൾ, അവരെത്ര നന്നായി ഖുർആൻ ഓതിയാലും അവരെയും ഇമാമായി നിർത്താതിരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഏതെങ്കിലും നിലക്ക് ബിദ്അത്തോ ഖുറാഫാത്തോ ചെയ്യുന്ന ഒരു വ്യക്തി നമസ്കാരത്തിൽ ബിദ്അത്തൊന്നും കാണിക്കുന്നില്ലെങ്കിൽ, അതേപോലെ തന്നെ തമ്മാടിയായി ജീവിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ അയാൾ നമസ്കാരത്തിന് ഇമാമായി നിന്നാൽ അവരുടെ പിറകിൽ നിന്നുകൊണ്ടുള്ള നമസ്കാരം ബാത്തിലായി പോകുമോ? ഒരിക്കലും ബാത്തിലായി പോവുകയില്ല. നമസ്കാരം പിറകിലുള്ളവരുടേത് ബാത്തിലായി പോവുകയില്ല. പക്ഷെ അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതാണ്. എന്നാൽ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ പിറകിലാണ്, അവർ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അവരുടെ പിറകിൽ വെച്ചുള്ള നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല, അത് ബാത്തിലായിത്തീരും. അപ്പൊ ശിർക്ക് വളരെ ഗൗരവപ്പെട്ടതാണ്, അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഫാത്തിഹ തെറ്റിച്ചോതുന്ന, മറ്റു സൂറത്തുകളല്ല, ഫാത്തിഹ പൂർണ്ണമായും തെറ്റിച്ച് അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന രൂപത്തിൽ തെറ്റിച്ചോതുന്ന ഒരാളുടെ പിറകിൽ നിന്ന് നമസ്കരിച്ചാലും ആ നമസ്കാരം സഹീഹാവുകയില്ല എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. കാരണം നമസ്കാരത്തിൽ ഫാത്തിഹ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ അത് നമസ്കാരം തന്നെ ബാത്തിലാവലാണ്. ഒരാളുടെ നമസ്കാരം ബാത്തിലാണ് എന്ന് നമുക്ക് തോന്നിയാൽ പിന്നെ അയാളുടെ പിറകിൽ വെച്ചുള്ള നമസ്കാരവും ബാത്തിലായി തീരും എന്നുകൂടി സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ കൂടുതൽ അറിവുള്ള ആളുകൾ ഇമാമായി നിൽക്കണം, അവരെയാണ് പരിഗണിക്കേണ്ടത് എന്ന പ്രവാചകന്റെ ഹദീസ് ഖുർആനിന്റെ അഹ്ലുകാരുടെ, ഖുർആനിന്റെ ആളുകളുടെ മഹത്വമാണ് വിളിച്ചോതുന്നത്.
കാരണം ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തിന് നേതൃത്വം നൽകാൻ സാധിക്കുക എന്നത് ഏറ്റവും വലിയ ഫضലാണ്, ഉയർന്ന സ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസ്, ഈ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. 9ാമത്തെ ഹദീസായി നമുക്കിതിനെ മനസ്സിലാക്കാം. 9ാമത്തെ ഹദീസായി മനസ്സിലാക്കാം. ഹദ്ദസന അബ്ദുല്ലാഹ് ഇബ്നു യൂസുഫ് حدثنا الليث قال حدثني ابن شهاب عن عبد الرحمن بن كعب بن مالك عن جابر بن عبد الله رضي الله تعالى عنهما قال ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ സനദിലൂടെ ഉദ്ധരിക്കുന്നത്. ഹദ്ദസന അബ്ദുല്ലാഹ് ഇബ്നു യൂസുഫ് حدثنا الليث قال حدثني ابن شهاب عن عبد الرحمن بن كعب بن مالك عن جابر بن عبد الله رضي الله تعالى عنهما قال كان النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ يجمع بين الرجلين من قتل أحد في ثوب واحد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിലേക്ക് അല്ലെങ്കിൽ ലഹദിലേക്ക് സാധാരണ ഒരാളെയാണ് വെക്കാറുള്ളത്. പക്ഷേ സ്ഥലക്കുറവ് കൊണ്ടും കൂടുതൽ ആളുകൾ ഷഹീദായതുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ആളുകളെ ലഹദിലേക്ക് ഖബറിലേക്ക് വെച്ചിരുന്നു. മാത്രമല്ല ഒറ്റ വസ്ത്രത്തിലാണ് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഫൻ ചെയ്തിട്ടുള്ളത്. ഫി സൗബിൻ വാഹിദിൻ. സുമ്മ യഖൂലു, എന്നിട്ട് ഈ 2 ആളുകളെയും ലഹദിലേക്ക് വെക്കണമല്ലോ. അപ്പോൾ ഖിബലയോട് തിരിഞ്ഞ് ആരെ ആദ്യം വെക്കണം, അതല്ലെങ്കിൽ ഖബറിലേക്ക് ലഹദിലേക്ക് ആരെ ആദ്യം താഴ്ത്തി വെക്കണം, ഇങ്ങനെ 2 ആളുണ്ടാകുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് പരിഗണന കൊടുക്കണമല്ലോ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് അയ്യുഹും അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ, ഈ കൂട്ടത്തിൽ കൂടുതൽ ഖുർആൻ അറിയുന്നത് ആർക്കാണ് എന്നാണ്. സഹാബത്തിനോട് ചോദിക്കുകയാണ്, അഥവാ ഈ മരണപ്പെട്ട് കിടക്കുന്ന ഷഹീദായ 2 ആളുകളിൽ കൂടുതൽ ഖുർആൻ അറിയുന്നത് ആർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിരുന്നു. അയ്യുഹും അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ, കൂടുതൽ ഖുർആൻ അറിയുന്നത് ആർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഫൈദാ ഉശീറ ലഹു ഇലാ അഹദിഹിമ, അങ്ങനെ ആ 2 കൂട്ടരിൽ ഇന്ന ആൾക്കാണ് കൂടുതൽ ഖുർആൻ അറിയുക എന്ന് പറയപ്പെട്ടാൽ ഖദ്ദമഹു ഫിൽ ലഹദ്, ലഹദിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വെച്ചത്, അഥവാ ഖിബലയുടെ നേരെ ആദ്യം വെച്ചിരുന്നത് അവരെയാണ്, പിന്നെ 2ാമത്തെ വ്യക്തിയെ. അല്ലെങ്കിൽ ലഹദിലേക്ക് ആദ്യം വെച്ചത് ഖുർആൻ കൂടുതൽ അറിയുന്ന വ്യക്തിയെയാണ്. ലഹദ് എന്ന് പറഞ്ഞാൽ ഖബറിന്റെ മറ്റൊരു രൂപമാണ്. അപ്പോൾ ഇവിടെ ഈ ഹദീസ് വളരെ വ്യക്തമാക്കുന്നത് ഷഹീദുകളായി കഴിഞ്ഞാൽ പോലും, ഷഹീദുകൾക്കിടയിൽ പോലും കൂടുതൽ ഫള്, കൂടുതൽ ഖുർആൻ അറിയുന്ന ആൾക്കാണ്. മാത്രമല്ല ആ ഫള് മരണശേഷവും നിലനിൽക്കുന്നു എന്നതാണ്. ഈവൻ ഖബറിലേക്ക് വെക്കുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിഗണിച്ചു എന്നതാണ്. വഖാൽ, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അന ഷഹീദുന അലാ ഹഉലാഇ യൗമൽ ഖിയാമ, ഇന്ന് ശുഹദാക്കളായ രക്തസാക്ഷികളായ ഈ ആളുകൾക്ക് വേണ്ടി ഞാൻ ഖിയാമത്ത് നാളിൽ സാക്ഷ്യം പറയും. വഅമറ ബിദഫ്നിഹിം ഫീ ദിമാഇഹിം വലം യുഗസ്സലു വലം യുസല്ല അലൈഹിം, അങ്ങനെ അവരുടെ രക്തത്തോടുകൂടി തന്നെയാണ് ഖബറടക്കിയിട്ടുള്ളത്. മയ്യത്ത് കുളിപ്പിച്ചിട്ടില്ല, മയ്യത്ത് നമസ്കാരം ഉണ്ടായിട്ടില്ല. കാരണം ആ നിലക്ക് ഷഹീദാകുന്നവർക്ക് അവരെ കുളിപ്പിക്കണമെന്നില്ല. അതേപോലെ തന്നെ അവരുടെ പേരിൽ സ്വലാത്തുൽ ജനാസ നിർവഹിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, യുദ്ധത്തിൽ ഷഹീദുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു വിഷയമാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആളുകളെ ലഹദിലേക്ക് അല്ലെങ്കിൽ ഖബറിലേക്ക് വെക്കുമ്പോൾ ആദ്യം 2 ആളുകളെ ഒരു ഖബറിലാണ്. അപ്പോൾ ആദ്യം പരിഗണന കൊടുക്കുന്നത് ആർക്കാണ്? ഖുർആനിൽ കൂടുതൽ അറിവുള്ള ആൾക്കാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അറിവുള്ള ആളുകൾ മരണപ്പെട്ടാൽ പോലും ഷഹീദുകൾക്കിടയിൽ പോലും ഫളിൽ വ്യത്യാസമുണ്ടാവുന്നുണ്ട് ഖുർആനിലെ അറിവനുസരിച്ച് എന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ ഖാല കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്മഉ ബൈന റജുലൈനി, 2 ആളുകൾക്കിടയിൽ റസൂൽ ജംഉ ചെയ്തു. മിൻ ഖത്ല ഉഹുദിൻ, ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഷഹീദുകളായ ആളുകൾക്കിടയിൽ. ഫീ സൗബിൻ വാഹിദിൻ, ഒറ്റ വസ്ത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. സാധാരണ 3 വസ്ത്രത്തിലാണ് കഫൻ ചെയ്യാറുള്ളത്, പക്ഷെ ഒറ്റ വസ്ത്രത്തിൽ. സുമ്മ യഖൂൽ, എന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കാണ്, അയ്യുഹും അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ, ഈ ഖബറിലേക്ക് ഈ ലഹദിലേക്ക് വെക്കാൻ പോകുന്ന 2 ആളുകളിൽ കൂടുതൽ ഖുർആൻ അറിയുന്നത് ആർക്കാണ്? ഫൈദാ ഉശീറ ലഹു ഇലാ അഹദിഹിമാ ഖദ്ദമഹു ഫിൽ ലഹദി, അതിൽ ഒരാളിലേക്ക് ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ ആ വ്യക്തിയെ പ്രവാചകൻ മുൻഗണന കൊടുത്തു ഖബറിലേക്ക് വെക്കുന്നതിൽ. അപ്പോൾ തീർച്ചയായും വളരെ വലിയ ഒരു ഫളലാണ് പരിശുദ്ധ ഖുർആനിലുള്ള അറിവ് കൊണ്ട് ഇഹത്തിലും പരത്തിലും ഖബറിലും ലഭിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വഖാല, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഷഹീദുൻ അലാ ഹഉലാഇ യൗമൽ ഖിയാമ,
ഞാൻ ഖിയാമത്ത് നാളിൽ ഇവർക്ക് സാക്ഷിയായിരിക്കും. വഅമറ ബിദഫ്നിഹിം ഫീ ദിമാഇഹിം വലം യുഗസ്സലു വലം യുസല്ല അലൈഹിം. അവരുടെ രക്തത്തോടുകൂടി തന്നെ അവർ കബറടക്കപ്പെട്ടു, അവരെ കുളിപ്പിച്ചതുമില്ല, അവരുടെ പേരിൽ പ്രത്യേക ജനാസ നമസ്കാരം നിർവഹിച്ചതുമില്ല. അറിവിന്റെ പ്രാധാന്യമാണ് എന്ന് മനസ്സിലാക്കുക, ഷഹാദയുടെ ഫളലാണ് എന്നും മനസ്സിലാക്കുക. സൂറത്തു സുമറിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ബുദ്ധിയുള്ള ആളുകളെ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഷഹീദുകളുടെ കൂട്ടത്തിൽ പോലും ഖുർആനിൽ കൂടുതൽ അറിവിനെ പ്രവാചകൻ പരിഗണിച്ചെങ്കിൽ അറിവിന്റെ പ്രാധാന്യം, പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആനിലുള്ള അറിവിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സാഹിബുൽ ഖുർആനിന്റെ ഫളല് വിളിച്ചറിയിക്കുന്ന മറ്റൊരു ഹദീസാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അൽ ഹദീസുൽ ആഷിർ, 10-ാമത്തെ ഹദീസ്. അൽ ഹദീസു അൽ ആഷിർ 10-ാമത്തെ ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിലാണ്. ഹദീസിന്റെ സനദ് നമുക്ക് വായിക്കാം. ഹദ്ദസനാ നസ്ർ ഇബ്നു അലി അൽ ജഹ്ളമി ഖാല ഹദ്ദസനാ അബ്ദുസ് സമദി ഇബ്നു അബ്ദുൽ വാരിസ് ഖാല അഖ്ബറനാ ശുഅബത്തു അൻ ആസിം അൻ അബി സാലിഹ് അൻ അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിലൂടെ തന്റെ സനദിലൂടെ ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. ഹദ്ദസന നസ്ർ ഇബ്നു അലി അൽ ജഹ്ളമി ഖാൽ ഹദ്ദസന അബ്ദുസ് സമദ് ഇബ്നു അബ്ദുൽ വാരിസ് ഖാൽ അഖ്ബറനാ ശുഅബത്തു അൻ ആസിം അൻ അബി സാലിഹ് അൻ അബി ഹുറൈറ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? യജീഉൽ ഖുർആനു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഖുർആൻ വരുന്നതാണ്. യജീഉൽ ഖുർആനു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഖുർആൻ വരും. ഫയഖൂലു, എന്നിട്ട് ഖുർആൻ പറയും. മറ്റൊരു റിവായത്തിലുള്ളത് ഇമാം ഹാക്കിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ യജീഉ സാഹിബുൽ ഖുർആനി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഖുർആനിന്റെ ആൾ വരും. ഖുർആനിന്റെ അഹ്ലുകാര്, ഖുർആൻ പഠിച്ചവർ, ഖുർആൻ മനസ്സിലാക്കിയവർ, അതനുസരിച്ച് ജീവിച്ചവർ, അവരാണ് അഹ്ലുൽ ഖുർആൻ അല്ലെങ്കിൽ സാഹിബുൽ ഖുർആൻ. യജീഉ സാഹിബുൽ ഖുർആനി യൗമൽ ഖിയാമ. ഖുർആനിന്റെ സാഹിബ് ഖിയാമത്ത് നാളിൽ വരും. അതേപോലെ തന്നെ അപ്പോൾ ഖുർആനും വരും. യജീഉൽ ഖുർആനു യൗമൽ ഖിയാമ, അപ്പോൾ ഖുർആനും വരും. അപ്പോൾ ഈ രണ്ട് ഹദീസുകളെ ജമ്മു ചെയ്തുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞത് ഖുർആനിന്റെ ആള് വരും, അപ്പോൾ ഖുർആനും വരുന്നതാണ്. യജീഉൽ ഖുർആനു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പരിശുദ്ധ ഖുർആൻ വരും. ഫയഖൂലു, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖുർആൻ പറയും. എന്താ പറയുക? യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഹല്ലിഹി, യാ റബ്ബി ഹല്ലിഹി. ആഭരണങ്ങളും ഉടയാടകളും അണിയിക്കുന്നതിന്, നമുക്കറിയാം ഹിലിയത്ത് എന്ന് പറഞ്ഞാൽ ആഭരണം. ആ ആഭരണം അണിയിക്കുന്നതിനാണ് അത് പറയുന്നത്. ഹല്ലിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, അള്ളാഹുവേ ഈ വ്യക്തിക്ക് നീ ആഭരണങ്ങൾ അണിയിച്ചു കൊടുക്കണമേ, ഉടയാടകൾ അണിയിച്ചു കൊടുക്കണമേ. അപ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ആള് വരും, ഖുർആനും വരും. എന്നിട്ട് ഈ പരിശുദ്ധ ഖുർആനിന്റെ ആൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശിപാർശ പറയുകയാണ്. എന്താണ് പറയുന്നത്? യാ റബ്ബി ഹല്ലിഹി, അള്ളാഹുവേ ഈ വ്യക്തിക്ക് നീ ആഭരണങ്ങൾ അണിയിച്ചു കൊടുക്കണമേ. ഫയുൽബസു താജൽ കറാമ, ഫയുൽബസു താജൽ കറാമ. കറാമത്ത് എന്ന് പറഞ്ഞാൽ ആദരവ്, ബഹുമാനം. ആദരവിന്റെയും ബഹുമാനത്തിന്റെയും താജ് എന്ന് പറഞ്ഞാൽ കിരീടം. തലയിൽ ഒരാളുടെ മഹത്വവും സ്ഥാനവും കാണിക്കാൻ വേണ്ടി അണിയുന്നതിനാണ് കിരീടം എന്ന് പറയുന്നത്. അത് തലയിലാണ് അത് ധരിക്കുന്നത്, അതുകൊണ്ടാണ് അതിന് കിരീടം എന്ന് പറയുന്നത്. ഫയുൽബസു താജൽ കറാമ, ആദരവിന്റെ, ബഹുമാനത്തിന്റെ, ഔന്നിത്യത്തിന്റെ ഒരു കിരീടം അയാളുടെ തലയിൽ വെച്ചു കൊടുക്കുന്നതാണ്. മഹ്ശറിൽ, ഖിയാമത്ത് നാളിൽ മനുഷ്യർ മുഴുവൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ഒരു ദിവസം പ്രത്യേകമായ ഈ ഒരു കിരീടം തലയിൽ അണിയിക്കപ്പെടുന്ന ആളുകളുടെ ഒരു സന്തോഷവും ആഹ്ലാദവും അവരുടെ ഒരു മഹത്വവും ഒക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ. പരിശുദ്ധ ഖുർആനിന്റെ ആളുകൾക്ക് ലഭിക്കുന്ന മഹത്വമാണത്. ഖുർആനിന്റെ ശുപാർശ കൊണ്ട് ലഭിക്കുന്ന മഹത്വമാണത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുപാർശ പറയുന്നു, യാ റബ്ബി ഹല്ലി, എന്റെ റബ്ബേ ഈ വ്യക്തിയെ നീ ആഭരണങ്ങൾ അണിയിക്കണമേ. ഫയുൽബസു താജൽ കറാമ, കറാമത്തിന്റെ കിരീടം അണിയിച്ചു കൊടുക്കും. സുമ്മ യഖൂലു, വീണ്ടും പരിശുദ്ധ ഖുർആൻ പറയും, യാ റബ്ബി സിദ്ഹു, എന്റെ റബ്ബെ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. ഈ കിരീടം മാത്രം പോരാ, സിദ്ഹു,
സിയാദത്ത് നൽകണം, വർധനവ് നൽകണം എന്ന് പറയും. ഫയുൽബസു ഹുല്ലത്തൽ കറാമ. അപ്പോൾ കറാമത്തിന്റെ ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ വസ്ത്രത്തിന്റെ പുറമെ ഭംഗിക്ക് വേണ്ടിയും സ്ഥാനമാനം കാണിക്കാൻ വേണ്ടിയും ധരിക്കുന്ന വസ്ത്രത്തിനാണ്. അലങ്കാര വസ്ത്രമാണത്. സ്ഥാനം കാണിക്കാനും ഭംഗി കൂട്ടാനും വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖുർആൻ പറയുന്നത്, കാരണം വിശ്വാസികൾക്ക് മറ്റു വസ്ത്രം എല്ലാവർക്കും അണിയിക്കപ്പെടും, എല്ലാ വിശ്വാസികൾക്കും വസ്ത്രമുണ്ടാകും. അപ്പോൾ ഈ പറയുന്ന വസ്ത്രം കൂടുതലായിട്ടുള്ള സിയാദത്തായിട്ടുള്ള അലങ്കാരത്തിന്റെ സ്ഥാനത്തിന്റെ വസ്ത്രമാണ്. അങ്ങനെ ഫയുൽബസു ഹുല്ലത്തൽ കറാമ, ഫയുൽബസു ഹുല്ലത്തൽ കറാമ, അങ്ങനെ കറാമത്തിന്റെ, ആദരവിന്റെ, ബഹുമാനത്തിന്റെ ഉടയാടകൾ, വസ്ത്രം അണിയിക്കപ്പെടുന്നതാണ്. വീണ്ടും പരിശുദ്ധ ഖുർആൻ പറയും, ഖുർആൻ അവസാനിപ്പിക്കുന്നില്ല. സുമ്മ യഖൂലു യാ റബ്ബി ഇർളഅൻ, അല്ലാഹുവേ ഈ വ്യക്തിയെ നീ തൃപ്തിപ്പെടുത്തണമേ. ഈ വ്യക്തിയെ അല്ലാഹുവേ നീ തൃപ്തിപ്പെടണമേ. യാ റബ്ബി ഇർളഅൻ, ഈ വ്യക്തിയെ നീ തൃപ്തിപ്പെടണമേ. അല്ലാഹുവിന്റെ റിദ്വാൻ, അല്ലാഹുവിന്റെ പ്രീതി. കാരണം അല്ലാഹു ഒരു അടിമയെ തൃപ്തിപ്പെട്ടാൽ പിന്നെ മറ്റൊരാളുടെ തൃപ്തി അയാൾക്ക് ആവശ്യമില്ല. അല്ലാഹു തൃപ്തിപ്പെട്ടാൽ പിന്നെ മറ്റാര് തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കാനില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടാതെ ദുനിയാവിലുള്ള മുഴുവൻ ആളുകളും തൃപ്തിപ്പെട്ടാലോ അതുകൊണ്ട് ഉപകാരവുമില്ല. അപ്പോൾ അല്ലാഹുവിന്റെ പ്രീതിയും പൊരുത്തവുമാണ് ആവശ്യം. അല്ലാഹുവേ നീ ഈ വ്യക്തിയോട് പ്രീതിപ്പെടണമേ, ഈ വ്യക്തിക്ക് നിന്റെ പൊരുത്തവും പ്രീതിയും നിന്റെ സംതൃപ്തിയും ഈ വ്യക്തിക്ക് നീ നൽകണമേ. യാ റബ്ബി ഇർളഅൻ ഫയർളഅ അൻ, അപ്പോൾ ആ വ്യക്തിയെ അല്ലാഹു തൃപ്തിപ്പെടുമെന്നാണ്. റളിയല്ലാഹു അൻഹും വറദു അൻ, അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് സ്വഹാബികളെ കുറിച്ച് പറഞ്ഞില്ലേ, വിശ്വാസികളെ കുറിച്ച് പറഞ്ഞില്ലേ. അങ്ങനെ അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന ആളുകളായി ഖുർആനിന്റെ അഹ്ലുകാർ മാറും. ഫയർളഅ അൻഹു, അങ്ങനെ ആ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടും. ഫയുഖാലു ലഹു, അപ്പോൾ ആ വ്യക്തിയോട് പറയപ്പെടും, ഇഖ്റ, നീ ഖുർആൻ പാരായണം ചെയ്യൂ, വർഖ, എന്നിട്ട് കയറിപ്പോയിക്കോന്നാണ്. ദുനിയാവിൽ വെച്ച് ചെയ്ത അതിമഹത്തരമായ ഇബാദത്താണ് ഖുർആനിന്റെ പാരായണം. ഇത് മഹ്ശറിൽ വെച്ച് ചെയ്യാൻ നമുക്ക് ഭാഗ്യം ലഭിക്കും. അൽഹംദുലില്ലാഹ്. നമസ്കരിക്കാൻ പറയില്ല, നോമ്പ് നോൽക്കാൻ പറയില്ല, ഹജ്ജ് ചെയ്യാൻ പറയില്ല, സക്കാത്ത് കൊടുക്കാൻ പറയില്ല, പക്ഷേ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പറയും. നോക്കൂ നിങ്ങൾ, അത് ഖുർആനിന്റെ ഫضലാണ്, പരിശുദ്ധ ഖുർആനിന്റെ മഹത്വമാണ്. മഹ്ശറിൽ ഖുർആൻ ഓതിക്കൊണ്ട് സ്വർഗത്തിന്റെ ദറജ തീരുമാനിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ മഹത്വം എന്താണ്? നീ എത്ര നമസ്കരിച്ചു അതിനനുസരിച്ചാണ് സ്വർഗത്തിൽ നിന്റെ സ്ഥാനമെന്ന് ഹദീസിൽ വന്നിട്ടില്ല. എത്ര നോമ്പ് അധികരിപ്പിച്ചു അങ്ങനെ വന്നിട്ടില്ല. എന്നാൽ ഖുർആനിൽ എത്ര ഹിഫ്ളുണ്ട് അതിനനുസരിച്ച് നിനക്ക് സ്വർഗത്തിൽ സ്ഥാനം. ഫയുഖാലു ലഹു ഇഖ്റ വർഖ, നീ ഖുർആൻ ഓതിക്കൊണ്ട് കയറിപ്പോയിക്കോ സ്വർഗത്തിന്റെ ദറജയിൽ. വയുസാദു ബികുല്ലി ആയത്തിൻ ഹസന, ഓരോ ആയത്ത് ഓതുമ്പോഴും ഒരു ഹസനത്ത് അല്ലെങ്കിൽ ഒരു നന്മ അല്ലെങ്കിൽ ഒരു ദറജ നിനക്ക് വർദ്ധിപ്പിക്കപ്പെടുമെന്നാണ്. ഓരോ ആയത്ത് ഓതിയാലും ഒരു നന്മ വർദ്ധിപ്പിക്കപ്പെടും, ഒരു ദറജ വർദ്ധിപ്പിക്കപ്പെടും. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പറയും. നമ്മൾ കഴിഞ്ഞ ഹദീസിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. വറത്തിൽ കമാ കുൻത തുറത്തിലു ഫി ദുനിയ എന്ന് പറയും. നീ ദുനിയാവിൽ സാവകാശത്തിൽ ഓതിയതുപോലെ ഓതിക്കോ. അങ്ങനെ സാവകാശം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് സ്വർഗത്തിന്റെ ദറജകളിൽ കയറിപ്പോകുന്ന അതിമനോഹരമായ ആ ഒരു കാഴ്ചയും ആ ഒരു അവസ്ഥയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് പരിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരായ ഖുർആനിന്റെ ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഫضലാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയേ മതിയാകും. ഇപ്രകാരം പരിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എമ്പാടും ശ്രേഷ്ഠതകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ശുപാർശ പറയും. അതുകൊണ്ടാണ് ഇവിടെ യജീഉൽ ഖുർആനു യൗമൽ ഖിയാമത്തി ഫയഖൂലു യാ റബ്ബി ഹല്ലിഹി, അല്ലാഹുവേ ഈ വ്യക്തിയെ നീ ആദരിക്കണം, ബഹുമാനിക്കണം, വസ്ത്രങ്ങൾ നൽകണം. ഫയുൽബസു താജൽ കറാമ, കറാമത്തിന്റെ കിരീടം. സുമ്മ യഖൂലു യാ റബ്ബി സിദ്ഹു, പടച്ച റബ്ബേ ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്ക്. ഫയുൽബസു ഹുല്ലത്തൽ കറാമ, കറാമത്തിന്റെ മറ്റു വസ്ത്രങ്ങൾ. സുമ്മ യഖൂലു യാ റബ്ബി ഇർദഅൻ, അല്ലാഹുവേ ഈ വ്യക്തിയെ നീ തൃപ്തിപ്പെടണമേ. ഫയർദഅൻ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയെ തൃപ്തിപ്പെടുന്നു. ഫയുഖാലു ലഹു, അപ്പോഴാണ് പറയപ്പെടുന്നത് എന്ത്? ഇഖ്റ വർഖ, നീ ഖുർആൻ ഓതി കയറിക്കോ. വയുസാദു ബികുല്ലി ആയത്തിൻ ഹസന, ഓരോ ആയത്തുകൾക്കനുസരിച്ചും ഹസനത്തുകൾ, പുണ്യങ്ങൾ നിനക്ക് വർദ്ധിപ്പിച്ചു ലഭിക്കുന്നതാണ്. ഇപ്രകാരം പരിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളായ, പരിശുദ്ധ ഖുർആനിനെ ശരിയായ രൂപത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്താൽ, അതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് യാതൊരു ഭയപ്പാടും ഉണ്ടാവുകയില്ല. ഈ ഖുർആനിന്റെ ഫضൽ കൊണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് തീർച്ചയായും നമുക്ക് ഉയർന്ന സ്ഥാനം
അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. പക്ഷേ പരിശുദ്ധ ഖുർആൻ മുബാറക്കായ അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. അതിന്റെ ബർക്കത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്യണം. അത് ഹിഫ്ളുള്ള ആളുകളായി മാറാൻ ശ്രമിക്കണം. അതിലെ അഹ്കാമുകൾ, വിധിവിലക്കുകൾ മനസ്സിലാക്കണം. അതനുസരിച്ച് അമല് ചെയ്യണം. പരമാവധി അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഖൈറായിട്ടുള്ളവർ എന്ന വലിയ തത്വം നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിനെ ശരിയായ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ വിശദീകരിക്കപ്പെടുന്ന ഹദീസുകൾ 100 ഹദീസുകളിൽ അൽഹംദുലില്ലാ 10ാമത്തെ ഹദീസാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഹദീസുകളൊക്കെ പരമാവധി മനസ്സിലാക്കാനും സാധിക്കുന്നവരൊക്കെ ഹിഫ്ളാക്കാനും ശ്രമിക്കുക. ഹദീസിന്റെ മത്നുകളെങ്കിലും ഹിഫ്ളാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.